പാറു പാറു വന്ന് എന്താളിയാ പാറു ലിസ്റ്റ് ചേച്ചി അവിടെ എന്തെടുക്കുക? അത് സാധനങ്ങൾ മേടിക്കാനുള്ള ലിസ്റ്റ് എഴുതുക. എനിക്ക് വേണ്ട സാധനങ്ങളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞു, അതൊക്കെ എഴുതി. ആ ഒരു കാര്യം ചെയ്യുമോ, ലച്ചു ചേച്ചിയുടെ അടുത്തേ ഞാൻ വിളിക്കുന്നു പറയാമോ? ഒന്ന് വിളിച്ചോണ്ട് വാ. അതിപ്പോ വിളിക്കാൻ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരുമോന്ന് അറിയത്തില്ല. ഒന്ന് വിളിച്ചോണ്ട് വരാൻ പറ്റുമോ പാറുവിന്? വിളിക്കാൻ പറ്റുമോ? എന്തുവാ ലച്ചിങ് വന്നേ. എടാ നീ കാര്യം പറ, എനിക്ക് അവിടെ അടുക്കളയിൽ വേറെ പണിയുണ്ട്. എന്തോന്ന് പണിങ്ങുവാ? ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തുവാ? ലച്ചു നേരത്തെ എന്താ പറഞ്ഞേ? കല്ലൂസിന്റെ ഒരു കാര്യം ഞാൻ ഓർക്കാറില്ലെന്നോ? പിന്നെ കല്ലൂസിന്റെ എല്ലാ കാര്യം ഇവിടെ നോക്കുന്നു പിന്നെ ആരാടി? ആരാന്ന് നേരത്തെ അവിടെ വെച്ച് പറഞ്ഞൊന്നും ഓർമ്മയില്ലേ നിനക്ക്? നീ എന്താ അവിടെ വെച്ച് പറഞ്ഞേ? എനിക്ക് ഉത്തരവാദിത്വം ഇല്ലെന്നോ? ഉത്തരവാദിത്വം ഇല്ല? നിനക്ക് എപ്പോഴും മനസ്സിലായത് എനിക്ക് ഉത്തരവാദിത്വം ഇല്ലാന്ന്? അതും മനസ്സിലായിട്ട് കുറച്ച് നാളായി. എന്തോ നിനക്ക് മനസ്സിലായത്? നിനക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന്. ഞാനേ ദുബായി കിടന്ന് ഉത്തരവാദിത്തം കാണിച്ചുകൊണ്ടാ ഇവിടെ സ്ഥലം വാങ്ങിക്കാൻ പറ്റിയതും ഇവിടത്തെയും ഉൾപ്പളത്തെ എന്റെ അച്ഛന്റെ അമ്മയുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോ നീ നോക്കിയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കോളും. അവർക്ക് പെൻഷൻ കിട്ടുന്നുണ്ടല്ലോ. ലച്ചൂസേ, ഞാൻ പൈസയുടെ കാര്യമല്ല പറഞ്ഞത്. ഞാനും അതല്ല ഉദ്ദേശിച്ചത്. ഈ ദുബായിൽ ഇങ്ങനെ പൈസ അയച്ചു തന്നുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? കേശുവിന്റെ കാര്യം, പാറുവിന്റെ കാര്യം, ശിവാനിയുടെ കാര്യം, അമ്മുമ്മയുടെ കാര്യം, കനകാന്റിയുടെ കാര്യം, കല്ലുവിന്റെ കാര്യം, കുഴിപ്പളത്തെ അച്ഛന്റെ അമ്മയുടെയും കാര്യം, ഇവരുടെ എല്ലാവരുടെ കാര്യം ഞാൻ ഒറ്റയ്ക്കല്ലേ നോക്കിക്കൊണ്ടിരുന്നത്. ലച്ചു മതി, ഇനി സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. സംസാരിച്ചു കഴിഞ്ഞാൽ കുറേ സംസാരിക്കാൻ കാണും. എനിക്ക് പ്രത്യേകിച്ച് സംസാരിക്കാനൊന്നുമില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ നേരത്തെ 2 വാക്കിൽ പറഞ്ഞായിരുന്നു. നിനക്ക് ഉത്തരവാദിത്തം കുറവാണെന്ന്. നിനക്കതങ്ങ് അവിടെ പറഞ്ഞാൽ മതിയല്ലോ. ഞാനേ അവരെല്ലാവരും മുന്നിൽ വെച്ചങ്ങും അല്ലാണ്ടായിപ്പോയി. അത് കുഴപ്പമില്ല, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മാറിക്കോളും. ഒറ്റ അവിടെ നന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നിനക്ക്. എനിക്ക് ഉത്തരവാദിത്തം ഇല്ലല്ലേ? ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് കുറഞ്ഞു. ചേച്ചി യെസ്. ചെറുപയർ 1 കിലോ വേണം, 1/2 കിലോ വേണം. ഒരു 50 കിലോ അങ്ങോട്ട് വാങ്ങി വെക്കടാ. എന്തിനല്ലയാ പെട്ടെന്ന് വന്നിട്ട് മാറ്റാ. പെട്ടെന്നൊന്നും അല്ല, കുറച്ചായി. പിന്നെ ചേച്ചി ഒരു കാര്യം ചെയ്യ്, ചേച്ചി അങ്ങോട്ട് ചെല്ലേ, ഞാൻ ആളിനോട് സംസാരിക്കട്ടെ. അല്ലയാ എനിക്ക് അവനോട് സംസാരിക്കാന്നില്ല, ഇന്ന് പോയടാണ്. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചോണ്ടെന്നില്ലേ? പാറു പാ, ചെറുപയർ 3/4 കിലോ എടുത്താൽ ചെറുപയർ 1/2 3/4 എന്തെല്ലാം എഴുതി. ശരിക്കും നീ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? വഴക്കുണ്ടാക്കാനാ? ലച്ചു നേരത്തെ എല്ലാവരുടെയും മുന്നിൽ വെച്ച്, പ്രത്യേകിച്ച് അമ്മൂമ്മയുടെ മുന്നിൽ വെച്ച് ഉത്തരവാദിത്തം എന്നൊക്കെ പറഞ്ഞില്ലേ? എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. അവരെന്ത് വിചാരിച്ചു കാണും? അവരെന്ത് വിചാരിക്കാനാ? നേരത്തെ നിനക്ക് കുറച്ച് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു, ഇപ്പൊ ഉത്തരവാദിത്വം കുറഞ്ഞു എന്ന് വിചാരിക്കും. ഉത്തരവാദിത്തം കുറഞ്ഞു എന്നല്ല, ഉത്തരവാദിത്തം ഇല്ലാന്നല്ലേ നീ അവിടെ പറഞ്ഞത്? എന്റെ സേതു, നീ ഒന്ന് പോയേ. ചുമ്മാ മനുഷ്യന്റെ തല തിന്നാണ്ട്. ലച്ചു അങ്ങോട്ടേ പോന്നെ, നിന്നേ. തക്കാളി എത്ര വേണം? തക്കാളി 1 കിലോ മേടിച്ചോ? ഒന്ന് മതിയോ? 1 കിലോ മേടി. പച്ചമുളകോ? പച്ചമുളക് 250 മേടിയില്ലേ? വേറെന്താ ഉള്ളേ? വേറെ ഇനിയിപ്പോ അത്രയൊക്കെ മതി, വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. വേറെ ഒന്നുമില്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ 10-12 എഴുതി. ഉപ്പ്? അയ്യോ, ഉപ്പില്ല. സോൾട്ട്. ഉപ്പ് 1 പാക്കറ്റ്. 1 പാക്കറ്റ് കല്ലുപ്പും 1 പാക്കറ്റ് പൊടിയുപ്പും. ഓക്കെ. വേറെ എന്തെങ്കിലും? വേറെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. വേറെ ഒന്നും ഇല്ല. കുരുമുളകോ? അയ്യോ, ഒരു നണി പോലും ഇവിടെ ഇരിപ്പിയല്ല. എന്നിട്ട് ഇത്ര നേരം ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും വേണ്ട, ഒന്നും ഇല്ല, എല്ലാം ആയിന്നാണല്ലോ പറയണത്. കുരുമുളക് എന്തോരം വേണം? ഒരു 250 എഴുത്. എന്താ മോനെ, വെള്ളം വല്ലതും വേണോ? ഒന്നും വേണ്ട അമ്മൂമ്മ. എന്തെങ്കിലും വേറെ എന്തെങ്കിലും? ഇനിയൊന്നും വേണ്ട. ഉറപ്പാണേ? ഉറപ്പാ. പപ്പടം? പപ്പടം കുറച്ചുകൂടി ഇരിപ്പുണ്ട്. എന്നാലും എഴുതാം. അപ്പോഴേ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്തൊന്ന് നോക്കി എഴുതി വെക്ക്. ഞാൻ കേശു എന്തെന്ന് നോക്കട്ടെ. കേശുവിനെ കണ്ടായിരുന്നോ മോനെ? പുറത്തിരിപ്പുണ്ടല്ലോ. ഞാൻ അവനെ ഒന്ന് പിടിച്ചോണ്ട് വരട്ടെ.
ആ ആ ശരി ആ എഴുതി വെക്കണേ. ആ